ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന കുട്ടികളുടെ പ്രിയപ്പെട്ട പൊട്ടറ്റോ ചിപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനായിട്ട് ഞാൻ 2 കിലോ പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാനിത് ഡയറക്റ്റ് എണ്ണയിലോട്ടാണ് സ്ലൈസ് ചെയ്തിട്ടുന്നത്. നിങ്ങൾക്കാണെങ്കിൽ വേണമെങ്കിൽ പ്ലേറ്റിലൊക്കെ സ്ലൈസ് ചെയ്തിട്ടിട്ട് പിന്നെ എണ്ണ ചൂടാകുമ്പോൾ അങ്ങനെ ഇട്ടാലും മതിയാവും. നിങ്ങളുടെ കംഫർട്ടബിൾ ഏതാണോ അതിനനുസരിച്ച് ചെയ്യാം. ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമ്മൾ ഈ ബനാന ചിപ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സെയിം തന്നെയാണ്, പക്ഷെ അതിനകത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കും, ഒരു കളർ യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് നമുക്ക് അതൊന്നും വേണ്ട, ഉപ്പുവെള്ളം മാത്രം മതി. 1 ടീസ്പൂൺ ഉപ്പും ശകലം വെള്ളത്തിൽ കലക്കിയിട്ട് അത് നമ്മൾ മാറ്റി വെക്കണം. ഇപ്പോൾ ഉടനെ നമ്മൾ പൊട്ടറ്റോ ഇടുന്ന ഉടനെ തന്നെ ഇടണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് മാറി വരുമ്പോൾ മാത്രം നമ്മൾ ഈ ഉപ്പുവെള്ളം തിളച്ച് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട. അപ്പം ശകലം തിളച്ച് കൊടുത്തിട്ട് ആദ്യത്തെ ഒരു വട്ടം നിങ്ങൾ ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എത്രമാത്രം ഉപ്പ് വേണമെന്ന്. അപ്പം അതിൻ്റെ കുറച്ചും കൂടെ കുറവ് മതി രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ വറക്കുമ്പോൾ. ഇത് നമുക്ക് ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. ഇപ്പം ഞാൻ 1 മാസമൊക്കെ വെച്ചിട്ട് ഒരു പ്രശ്നവും ഇല്ല. 1 മാസത്തിൽ കൂടുതലൊന്നും ഇവിടെ ഇരിക്കാറില്ല. അപ്പം ഇത് നമുക്ക് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് നല്ല നാച്ചുറലായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു വിഷാംശവും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. എല്ലാ കുഞ്ഞുങ്ങൾക്കും പ്രിയപ്പെട്ടതാണല്ലോ പൊട്ടറ്റോ ചിപ്സ്. ഇവിടെ മോക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കും. ഇതിപ്പം ഞാൻ 2 കിലോ എടുത്തിട്ടുള്ളൂ, കാരണം ഓണത്തിനുണ്ടാക്കിയ ചിപ്സ് ഒന്നും ഇതുവരെ ഇവിടെ തീർന്നില്ല. അപ്പം ഇതിപ്പം ഇടയ്ക്ക് അവൾ വേണമെന്ന് പറയുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് മാത്രമാണ് 2 കിലോ ഒക്കെ എടുക്കുന്നത്. ഞാൻ നോർമലി ഒരു 5 കിലോ ഒക്കെ മേടിച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്ത് വെക്കും. എപ്പോഴും ഫ്രൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ കുട്ടികൾക്ക് സ്നാക്സ് ഒക്കെ ഇടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നല്ല ക്രിസ്പി ആയിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ള ഒരു പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത ചിപ്സ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എല്ലാവരെയും കാണാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരുടെ സപ്പോർട്ടും ഇനിയും വേണ്ടതാണ്.